ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടേൽ അത് ഇവർക്ക് ദേ ദിന ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മളിന്ന് ബാംഗ്ലൂർ വരെ പോവാണ് ഗൈസ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഓഫ് സീസൺ ആയതുകൊണ്ട് നമുക്ക് വലിയ ട്രിപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയെല്ലാം പയ്യെ ഗ്യാരേജിൽ തന്നെ കടന്നു ഗൈസ്. അപ്പോൾ പുതിയ സീസൺ തുടങ്ങാറായി. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ ബാബുണ്ണൻ ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മുടെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഗ്യാരേജിലോട്ട് ഒരു പുതിയ അതിഥീനെ നമ്മൾ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചേസിങ് തൂക്കിയിട്ടുണ്ട് ഗൈസ്. ഒരു BS6 തന്നെ നമ്മൾ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സീസൺ കത്തിക്കാനുള്ള മുതലാണ് ഗൈസ് ഈ കിടക്കണത്. ഏതായാലും പുത്തൻ ചേസാണ് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് ഇട്ടിട്ടേ ഉള്ളൂ. നെറ്റിപ്പട്ടമൊക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പിലാണ് നമ്മൾ കൊണ്ടുവന്ന് ഇട്ടേക്കണത്. അപ്പോൾ ഇവനെയും കൊണ്ട് നമ്മളേതായാലും ഇന്ന് ബാംഗ്ലൂർ പോവാണ് ഗൈസ്, നമ്മുടെ പ്രകാശിലോട്ട്. അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ ഒരു സീസണിൽ തന്നെ ഒരു പുതിയ ചേസ് ഇറക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ കുറേ നാൾ വേറെ കുറേ പരിപാടിയൊക്കെ ചെയ്ത് ഇപ്പോൾ നമ്മുടെ ചേസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ ലൈലൻഡിൽ നിന്ന് കൊണ്ടുവന്ന് ഇട്ട വഴിയാണ്. 12 മീറ്റർ BS6 ചേസാണ് ഗൈസ്. അത്യാവശ്യം നല്ല മാറ്റങ്ങൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് BS6ൽ. നേരത്തെ നമ്മൾ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ബിൽഡ് ഒരു സെഡസ്ത്രയാണ്. അതാണ് നമ്മുടെ ഹാക്കർ 2.0. ഇത് നമ്മൾ ചേസ് എടുത്തുകൊണ്ട് പോയി നേരെ പ്രകാശിൽ കൊണ്ടിട്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് റെഡിയാക്കി എടുക്കാൻ പോവാണ് ഗൈസ്. ഏതായാലും നമ്മുടെ ആർട്ട് ബ്ലൂവിൻ്റെ ടാങ്കും ഡീസൽ ടാങ്കും ഒക്കെ ഉണ്ട്. 12 മീറ്റർ വണ്ടി ആയതുകൊണ്ട് ഡീസൽ ടാങ്ക് കുറച്ച് ചെറുതാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. അത് നമുക്കൊരു വലിയ ഡീസൽ ടാങ്ക് വെക്കാം. അതിന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മൊത്തം ഫ്രഷ് കണ്ടീഷനാണ്. ഒരു പുതിയ ടയറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് 24 വോൾട്ട് ബാറ്ററി സപ്ലൈ ആണ് ഗൈസ്. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു ബാറ്ററി വേറെയും വെച്ചിട്ടുണ്ട് 12 വോൾട്ട്. പിന്നെ നമ്മുടെ ഗിയർ ബോക്സ് ഒക്കെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ഗൈസ്. നമ്മുടെ ആ ഒരു BS3 വരുമ്പോഴത്തേക്കും കുറച്ച് ചെറുതായിരുന്നു. അത് 210 ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇത് 12 മീറ്റർ വണ്ടിയാണ് ഗൈസ്. 12 മീറ്റർ BS6 ലൈലൻഡ് ചേസാണ്. ഡീസലാണ് ഗൈസ്. നമ്മൾ CNG എടുക്കണമെന്ന് ഉദ്ദേശിച്ചു, പക്ഷേ നമ്മുടെ ഈ ബഡ്ജറ്റ് ഷോർട്ട് ആയതുകൊണ്ട് പിന്നെ വേണ്ടെന്ന് വെച്ചു. ഏതായാലും നമുക്ക് നമ്മുടെ ചേസിൻ്റെ മണ്ടയ്ക്കോട്ടൊന്ന് കയറാം ഗൈസ്. ക്യാബിനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രത്യേക ഫീലാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിത് ചേസിൻ്റെ ക്യാബിനിലോട്ട് കയറിയിട്ടുണ്ട്. അടിപൊളി വ്യൂ ആണ് ഗൈസ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. ഏതായാലും നമുക്ക് ചേസ് പ്രകാശ് വരെ എത്തിക്കണം. 2 ദിവസത്തെ ട്രിപ്പാണ് ഗൈസ്. ഏതായാലും നമുക്കൊരു സ്റ്റേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ബാബുണ്ണനൊക്കെ പുറകെ വന്നോളും. ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് ഗൈസ് പോകുന്നത്. നമ്മുടെ ആ ഒരു BS6ൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ താഴത്തോട്ട് വന്നിട്ടുണ്ട്. BS3 പോലെ സൈഡിലായിട്ടല്ല സ്വിച്ച്, താഴത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു സംശയമാണ് ഈ മുകളിൽ അതിനകത്തിന് ഈ പടുത പോലത്തെ സാധനം ഇട്ടേക്കുന്നത് എന്നുള്ളത്. ഫ്രണ്ടിൽ ഒരു ചില്ലും കൊടുത്തതാണ്. എന്നാ കാര്യത്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് ഏതായാലും താഴെ ഇറങ്ങാം ഗൈസ്. അങ്ങനെ നമ്മളിത് താഴെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏതായാലും ഈ മാലയും റിബണും സാധനമൊക്കെ ഒന്ന് അഴിക്കണം. എന്നിട്ട് വേണം നമുക്ക് ഈ ചേസും കൊണ്ട് പോകാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ റേഡിയേറ്ററിൽ നിന്നുള്ള ചൂടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും ചിലപ്പോൾ. അപ്പോൾ നമുക്ക് ഈ സാധനമൊക്കെ അഴിച്ച് കളയാം ഗൈസ്. നമ്മൾ ആ ഒരു ലൈലൻഡിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടതാണ്. നമുക്ക് ഏതായാലും അത് അഴിച്ച് കളയാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിത് ചേസിൻ്റെ അകത്തുണ്ടായിരുന്ന മാലയും നെറ്റിപ്പട്ടമൊക്കെ അഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ റിബൺ ഇവിടെ തന്നെ ഇരുന്നോട്ടെ, അത് നമുക്ക് പിന്നെ അഴിച്ച് കളയാം. ഏതായാലും നമുക്ക് നേരെ വണ്ടി അങ്ങ് എടുത്തേക്കാം. അത്യാവശ്യം കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ അങ്ങ് പോയില്ലെങ്കിൽ എത്തത്തില്ല. ഏതായാലും നമുക്ക് നമ്മുടെ ചേസിങ് എടുക്കാം ഗൈസ്. നമുക്ക് നേരെ മുകളിൽ കയറാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിത് ചേസ് എടുക്കാൻ വേണ്ടി പോവാണ്. ഇനി ഇവിടുന്ന് ഇറക്കലാണ് കുറച്ച് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത്യാവശ്യം ട്രാഫിക്കൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പോരാത്തതിന് മെയിൻ റോഡും കൂടിയാണ് ഗൈസ്. നമ്മുടെ ഗാരേജ് മെയിൻ റോഡിൻ്റെ തൊട്ട് സൈഡിലാണ്. ഏതായാലും നമുക്ക് പയ്യെ വണ്ടി അങ്ങ് എടുത്തേക്കാം. ഒന്ന് റേസ് ചെയ്യിപ്പിച്ചെടുക്കാം ഗൈസ്. ഓക്കെ, അത്യാവശ്യം നോയ്സ് കുറഞ്ഞൊരു സൗണ്ടാണ് ഗൈസ്. നമ്മുടെ BS3 പോലെയല്ല, BS6ന് കുറച്ചുകൂടി സൗണ്ട് കുറവാണ്. അങ്ങനെ ഗൈസ് നമ്മളിത് ചേസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും നേരെ പുറത്തോട്ട് ഇറങ്ങാം. ഈ റോട്ടിലെങ്ങും ഒരു ഒറ്റ വണ്ടി പോലും ഇല്ല ഗൈസ്. നമുക്കേതായാലും നല്ല ലക്കമുണ്ട്. ഇനി അങ്ങോട്ടും ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് ഞാൻ ആലോചിക്കണത്. മിക്കവാറും ട്രാഫിക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്.
ഏതായാലും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വണ്ടിയൊന്നും അധികം ഇല്ല ഗൈസ്. സാധാരണ എറണാകുളം സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനങ്ങാൻ പറ്റിയല്ല, അമ്മാതിരി ബ്ലോക്കായിരിക്കും. നമ്മുടെ ചേസ് എടുത്ത് നമ്മൾ നേരെ പ്രകാശിലോട്ട് പോവാണ്. എൻ്റെ പൊന്നെ, വണ്ടിക്കാണെങ്കിൽ അപാര പുള്ളിങ്ങാണ് ഗൈസ്. വണ്ടിക്ക് ബോഡി ഇല്ലാത്ത കാരണമാണെന്ന് തോന്നുന്നു ഇത്രയും പവർ. ബോഡി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി പവറേ കാണത്തുള്ളൂ. കാരണം ഇപ്പം നമ്മുടെ വെയിറ്റ് മാത്രമേ ഉള്ളൂ. ബോഡിയുടെ വെയിറ്റ് കൂടി വരുമ്പോഴത്തേക്കും അത്യാവശ്യം ഇച്ചിരി പവറൊക്കെ കുറയും. ഇതേ നമുക്കൊരു ടേണിങ് വരുന്നുണ്ട്. നമ്മുടെ ഗൂഗിൾ അമ്മച്ചിയാണ് ഇന്ന് നമുക്ക് വഴി കാണിച്ചു തന്നെ ഗൈസ്. നമ്മൾ നേരെ ചേസ് ഇറക്കിയപ്പോൾ ഒരു GPS കൂടി അങ്ങ് വെച്ചായിരുന്നു. അതിപ്പോൾ ഗുണമായി. ഇനിയിപ്പോൾ അത് ബോഡി കെട്ടാൻ നേരത്തെ എടുത്ത് മാറ്റിയിട്ട് ബോഡി കെട്ടി കഴിയുമ്പോൾ പിന്നെയും വെക്കും ഗൈസ്. എന്നാലേ നമുക്ക് വണ്ടി ടെസ്റ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ നേരത്തെ ഡ്രൈവിങ്ങിനൊടുവിൽ നമ്മൾ മലപ്പുറം എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ അത്രയും നേരത്തെ വീഡിയോ എടുത്ത് ലാഗ് അടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഇത്രയും കട്ട് ചെയ്ത് കളഞ്ഞത്. ഏതായാലും നമ്മൾ ഇത്രയും നേരം ട്രാഫിക്കൊന്നും ഇല്ലാതെ വന്നു. ഇനി അങ്ങോട്ട് ഫുള്ള് മലമ്പ്രദേശമാണ് ഗൈസ്. മലയും കുന്നുമൊക്കെയാണ്. ഭയങ്കര കയറ്റവും സംഭവമൊക്കെ ഉള്ള വഴി കൂടിയാണ് നമ്മൾ പോകാൻ പോണത്. എൻ്റെ അമ്മോ, ഏതായാലും നമ്മളിത് 95-ലാണ് ഗൈസ് പോക്ക്. 182 ലിറ്റർ ഡീസലുണ്ട്. നമ്മൾ 185 എടുത്തുകൊണ്ട് വന്നതാണ് ഗൈസ്. നമ്മൾ പറപ്പിച്ച് പോവാണ്. ഇവിടെ അങ്ങനെ ട്രാഫിക് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് ഇച്ചിരി സ്പീഡൊക്കെ എടുത്ത് പോകാം ഗൈസ്. നമ്മുടെ ചേസിനാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡ് എടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ബസ് പോലെയല്ല, കാരണം ബോഡിയുടെ വെയിറ്റ് ഇല്ലാത്ത കാരണം ഫുൾ പവറിൽ പോകും. ഈ ഫയർ എഞ്ചിൻ എന്നാത്തിന് പോകണം. ഇതേ ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര പോക്കാണ് ഗൈസ്. നമുക്ക് ഓവർടേക്ക് ചെയ്യണ്ട, അവർ കയറി പൊക്കോട്ടെ. ഒരു വണ്ടി അവിടെ ഹസാഡൊക്കെ അടിച്ച് നിൽപ്പുണ്ട്. വലിയ ഇടിയുന്ന വഴിയൊക്കെ കിട്ടി കാണും. അത് സാരമൊന്നുമില്ല. നമ്മൾ തിരിച്ചെടുത്ത്, എൻ്റെ അമ്മേ അയ്യോ, ഈ ബസ് തിരിക്കുന്ന പോലെ നമ്മൾ നേരെ വീശിയെടുത്ത് ഒരു തിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേസിന്ന് താഴെ ചെന്ന് കിടക്കും. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോറ് പോലും ഇല്ല. അതാണ് ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ പറപ്പിച്ച് പോവാണ്. ഫയർ എഞ്ചിൻ ഫ്രണ്ടിൽ കയറി പോകണ ലക്ഷണം ഇല്ലായിരുന്നു. അത് കാരണം നമ്മൾ നേരെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. ഏതായാലും 180 ലിറ്റർ ഡീസലായിട്ടുണ്ട് ഗൈസ്. 3 ലിറ്റർ ഇപ്പോൾ തന്നെ കത്തി തീർന്നു. V6 ആയതുകൊണ്ട് ഒരു 4 മാക്സിമം കിട്ടത്തുള്ളൂ മൈലേജ്. അതേ നമ്മൾ പറപ്പിക്കുകയാണ് ഗൈസ്. ഇത് ഏത് സ്ഥലമാണ് ഇത്? ഓ എൻ്റെ പൊന്നു, ഇതേ ഒരു വമ്പൻ കയറ്റം വന്ന് നമ്മളത് സുഖമായിട്ട് അങ്ങ് കയറിയിട്ടുണ്ട് ഗൈസ്. V6-ൻ്റെ ഒരു പവറേ എന്നാ പറയാനാന്ന് നോക്കണേ. നമ്മൾ സുഖമായിട്ട് കയറ്റാൻ കയറിപ്പോയി, ഒന്ന് നിൽക്കുക പോലും ചെയ്തില്ല വണ്ടി. ഏതായാലും നമ്മൾ പറപ്പിക്കുകയാണ് ഗൈസ്. മാറേ എല്ലാവരും മാറേ. പുതിയ ചേസാണ്, അങ്ങനെ കൊണ്ട് ഇടിച്ച് കയറ്റാനൊന്നും എനിക്ക് തോന്നണില്ല. അയ്യോ, ഇവനെന്നെ ചാകാൻ വേണ്ടി നടക്കുവാന്ന് എനിക്ക് തോന്നണേ. ചാകുന്നെങ്കിൽ ചാകട്ടെ, നമുക്ക് വിഷയമൊന്നുമില്ല. ഏതായാലും നമ്മൾ ഇത്ര സ്പീഡ് എടുത്താലും മര്യാദയ്ക്ക് തന്നെ ഓടിക്കത്തുള്ളൂ. ഇനി ഇവിടുന്ന് കുറേ ദൂരം ഉണ്ട് ഗൈസ്. അതാണ് ഞാൻ 2 പാർട്ടായിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് വീഡിയോ നല്ല ലെങ്ത് ആയി പോകുന്നത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ 2 പാർട്ടായിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് കൂടി അടിച്ചേക്കുക ഗൈസ്. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഇതേ നമ്മൾ പറപ്പിച്ച്, എൻ്റെ പൊന്നോ, നമ്മൾ പറഞ്ഞു വന്നത് ഒരു മുട്ടം വളമെത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ തിരിച്ചെടുത്ത് അങ്ങ് പോവാണ് ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മളിത് വളമൊക്കെ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പോട്ടെ. അയ്യോ, ഈ കാറുകാരൻ ഇത് ഇനി കാണിക്കുന്നത് നമ്മളെക്കാളും 2 വീല് കുറവാണ്. എന്നിട്ട് അവൻ്റെ അഹങ്കാരം നോക്കിക്കേ. ഓ, സാരമില്ല. നമ്മളേതായാലും നേരെ ഓവർടേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്. അയ്യോ, ഇതെന്നാ സ്ഥലമാണ് ഇത്? ഈ മൊത്തം കൊക്കയും കാര്യങ്ങളൊക്കെ ആണല്ലോ. മൊത്തം കയറ്റമൊക്കെയാണ് ഗേസ്. മലമണ്ടയിൽ കൂടിയൊക്കെയാണ് നമ്മൾ പോക്ക്. ഓക്കെ, നമ്മൾ പിന്നെ ബോഡി കെട്ടാത്ത കാരണം അങ്ങനെ താഴെ ഇടിച്ച് നിൽക്കുന്ന സെറ്റപ്പ് ഒന്നും ഇല്ല ഗേസ്. ലിപ്പൊന്നും ഇല്ലാത്ത കാരണം കുഴപ്പമില്ല. നമ്മൾ തിരിച്ചെടുത്ത് അല്ല, ഓ ഇയാൾ തന്നെ ഈ കാണിക്കുന്നത്. ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും രാവിലെ തന്നെ. നമുക്കിവിടെ മൊത്തം വളവും തിരിവൊക്കെയാണ് ഗേസ്. നമ്മുടെ ഗൂഗിൾ അമ്മച്ചി ഇത് എന്നാടെ ഇത്? നമ്മൾ മാപ്പ് നോക്കിയിട്ട് ഇത് എന്നാ വളമൊക്കെയാന്ന് നോക്കി. നമ്മൾ നോക്കി കണ്ടും പോയില്ലെങ്കിൽ താഴെ കിടക്കുമെന്ന് ഉറപ്പായി. ഓക്കെ, നമുക്കപ്പോൾ ഇതേ വളമൊക്കെ അങ്ങ് തിരിച്ചെടുത്ത് പോകാം ഗേസ്. പിന്നെ ഓവറായിട്ട് വീശി എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ കിടക്കും. നമ്മൾ കത്തിച്ച് വിടുവാണ് ഗേസ്.
176 ലിറ്റർ ഡീസലായിട്ടുണ്ട്. 4 കിലോമീറ്റർ പോലും മൈലേജ് കിട്ടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന BS6 വണ്ടികളിലെല്ലാം ഉള്ള ഒരു പുതിയ സാധനമാണ് ആഡ് ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ സാധനമാണെങ്കിൽ വണ്ടിയിലെ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറയണത്. അതങ്ങാണ്ട് 20 ലിറ്ററിന് 1000 സംതിങ് രൂപ എങ്ങാണ്ടാണ് ഗൈസ്. ഒന്നും പറയാനില്ല. ഡീസലിൻ്റെ പുറകെ ഇനി അതിനും കൂടി കാശറിയേണ്ട അവസ്ഥയാണ്. മാറി നിൽക്കടേ അങ്ങോട്ട്. ഈ 12 മീറ്റർ വണ്ടി ആയതുകൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ സ്ഥലത്തൊന്നും കൊണ്ടുപോകാൻ പറ്റിയല്ല. അയ്യോ എൻ്റെ അമ്മോ, താഴെ പോയി ഇല്ല. ഓ ജസ്റ്റ് മിസ് കേസ്. നമ്മുടെ കൈയങ്ങാൻ വിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ താഴെ പോയി കിടന്നേനെ. സീറ്റ് ബെൽറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ഒരു വളവ് വീശി എടുക്കുമ്പോൾ ആ സീറ്റ് ബെൽറ്റിൻ്റെ പണിയൊന്നും തീർന്നാൽ മതി വടിയാവാൻ. നമ്മൾ അതൊക്കെ നോക്കിയാണ് വണ്ടി ഓടിക്കണത് കേസ്. നമ്മുടെ ബാബുണ്ണൻ നമ്മളവിടെ സ്റ്റേ അടിച്ച് കഴിയുമ്പോൾ വരാമെന്നാണ് പറഞ്ഞേക്കണത്. പുള്ളി ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് കേസ്. പുള്ളിയുടെ വണ്ടിക്കൊരു നല്ല പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടി പോയേക്കുവാണ്. അത് കഴിഞ്ഞിട്ട് വന്നോളും. ഇനി ഈ ഒരു മലമണ്ടയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്താൻ പോകുന്ന സ്ഥലം കോഴിക്കോടാണ് ഗൈസ്. ഏതായാലും നമ്മുടെ ഗൂഗിൾ അമ്മച്ചി നമ്മളെ കറക്റ്റായിട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കോഴിക്കോട് എത്താറായിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളൊരു അരമണിക്കൂറത്തെ ഡ്രൈവിങ്ങിന് ശേഷം നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഇതൊരു ഇച്ചിരി ഇടിച്ച പോലത്തെ ഒരു സ്ഥലമാണ് ഗൈസ്. ഇവിടെ ഇടയ്ക്കൊക്കെ കുറച്ച് ആക്സിഡൻ്റൊക്കെ നടക്കാറുണ്ട്. നമ്മളതൊക്കെ നോക്കിയും കണ്ടുമാണ് പോക്ക്. എൻ്റെ ദൈവമേ, ഹൈവേ ആണ് ഗൈസ്. ഹൈവേ ആയതുകൊണ്ട് നമ്മളിത് കത്തിച്ചാണ് പോക്ക്. 171 ലിറ്റർ ഡീസലായിട്ടുണ്ട്. ആഡ് ബ്ലൂ ഒരു 1.5 ലിറ്റർ തീർന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. കാരണം 10 കിലോമീറ്ററിന് 1 ലിറ്റർ എന്നാണ് ആഡ് ബ്ലൂവിൻ്റെ കണക്ക് വരുന്നത്. ഏതായാലും നമ്മളിത് കത്തിച്ച് വിടുവാണ്. ഡീസലൊന്നും നമുക്ക് അടിക്കേണ്ട ആവശ്യമില്ല. കാരണം 170 ലിറ്റർ ഉണ്ട്, അത് മതി. നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി ഉണ്ട്. നമ്മളൊരു ഹോട്ടലിൽ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടേക്കുവാണ് നമുക്കൊന്ന് സ്റ്റേ അടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ എത്താറായിട്ടുണ്ടെന്നാണ് തോന്നണേ. ഗൂഗിൾ അമ്മച്ചി അങ്ങോട്ട് തന്നെയാണ് വഴി കാണിക്കണത്. മാറേ നമുക്കൊരു ലൈൻ ഇവിടെ ഓപ്പൺ ആണ്. ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര വെടിയിന്നിങ്ങ് എത്തിയത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബ്ലോക്കിൽ കിടന്ന് പയ്യെ പോസ്റ്റായി അങ്ങനെയൊക്കെയാണ് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു സീസൺ നമ്മളിങ്ങനെ തൂക്കാനായിട്ടാണ് ഇവനെയും കൊണ്ട് നമ്മൾ പ്രകാശിൽ പോണത്. ഏതായാലും ഈ സീസൺ നമ്മളിങ്ങനെ എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഹാക്കർ 2.0 ഒരു മാരക അപ്ഡേറ്റിന് കയറുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ചേസ് നമ്മൾ ബോഡിയൊക്കെ സെറ്റാക്കി ഇറക്കുന്നതായിരിക്കും ഗൈസ്. അതിന് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക എല്ലാവരും. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് കൂടി ചെയ്തേക്കുക ഗൈസ്. നമ്മൾ പറപ്പിക്കുവാണ്. ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട് ഗൈസ്. അതും കഴിഞ്ഞിട്ടാണ് നമുക്ക് പോകേണ്ടത്. ഏതായാലും നമുക്ക് 121 കിലോമീറ്റർ സ്പീഡൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. അടിപൊളി. നമ്മൾ പറപ്പിച്ചങ്ങ് പോവാണ്. ഓട്ടോ ഇപ്പോൾ എടുത്തുകൊണ്ട് പോയേനെ നമ്മൾ. ഓട്ടെ. ഏതായാലും നമ്മൾ ഏകദേശം നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇനിയൊരു 3 കിലോമീറ്റർ കൂടി പോകണം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. നമ്മളിനി നാളെയാണ് ഗൈസ് സ്റ്റേ കഴിഞ്ഞ് നമ്മൾ പോകാൻ പോണത്. നൈറ്റ് നമ്മൾ ഏതായാലും ഹോട്ടലിൽ സ്റ്റേ ചെയ്യുവാണ്. നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്, വൈകുന്നേരം ആയിട്ടുണ്ട് ഗൈസ്. 5 മണിയുടെ അടുത്ത് ആവാറായി. ഏതായാലും നമ്മൾ ഹൈവേ വഴി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോള് കുറവായിരിക്കും ഗൈസ്. ടോൾ അങ്ങനെ അധികം ഉണ്ടാകത്തില്ല. ഈ ഇടവഴി കൂടിയൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ മുട്ടിന് ടോളൊക്കെ വരും. അതുകൊണ്ട് പിന്നെ നമ്മൾ ഈ ഒരു വഴി തന്നെ പിടിച്ചു. ഇതുവഴിയാണെങ്കിൽ ടോളൊന്നുമില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഹോട്ടൽ വരുന്നത്. നമുക്ക് വേഗം തന്നെ ഹോട്ടലിലോട്ട് പോകാം ഗൈസ്. നമ്മുടെ ആഡ് ബ്ലൂ ഇപ്പോൾ 2 ലിറ്ററോളം തീർന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 20 ലിറ്ററിൻ്റെ അടുത്ത് ഡീസൽ തീർന്നിട്ടുണ്ട് ഗൈസ്. കാരണം 2 ലിറ്റർ ആഡ് ബ്ലൂ എന്നാണെങ്കിലും തീർന്നിട്ടുണ്ടാവും. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് ആഡ് ബ്ലൂ റീഫിൽ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ 120 കിലോമീറ്റർ സ്പീഡിലാണ് ഗൈസ് പോക്ക്. ഓക്കെ, നമുക്കൊന്ന് അയ്യോ ദൈവം, ഇപ്പം അവൻ്റെ മൂട്ടി ചെന്ന് കയറിയേനെ. ഈ സൈഡ് അടച്ചു വെച്ചേക്കുവാണ് ഗൈസ്. നമുക്കിനി ഹോട്ടലിലോട്ട് കയറാനായിട്ട് അവിടെ ഒരു ചെറിയ വഴിയേ ഉള്ളൂ. അതെ, ഈ കാണുന്നതാണ് നമ്മുടെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഈ സൈഡ് വഴി കയറാം ഗൈസ്. ഓക്കെ, തിരിയട്ടെ. ഇത് 12 മീറ്റർ വണ്ടി ആയതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്തെ കൂടിയൊക്കെ നമ്മൾ സൂക്ഷിച്ചാണ് എടുത്തുകൊണ്ട് പോക്ക്. ഇവിടെയാണ് നമ്മുടെ പാർക്കിംഗ് വരുന്നത്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഗൈസ്. ഈ വണ്ടി ഏതായാലും നമുക്കൊന്ന് തിരിച്ചിട്ടേക്കാം. അല്ലെങ്കിൽ പിന്നെ മണ്ടവശം ചെന്ന് അവിടെ തട്ടും ഗൈസ്. നമുക്ക് തിരിച്ചിടാം.
അതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല, അതാകുമ്പോൾ എടുത്തുകൊണ്ട് പോകാനും ഒരു സൗകര്യമാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ എടാകൂടത്തിയൊക്കെ ഇട്ട് തിരിക്കൽ കുറച്ച് ചടങ്ങാണ് ഗൈസ്. ഓക്കെ, നമ്മളിത് റിവേഴ്സ് എടുത്ത് നേരെ നമുക്ക് ഇവിടെ അങ്ങ് ഇടാം ഗൈസ്. ഏതായാലും നമ്മുടെ വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം ഗൈസ്. അപ്പോൾ അവിടെ ഇടിച്ചെന്ന് തോന്നുന്നു ചെറുതായിട്ട്. ഓക്കെ, നമ്മൾ ഇച്ചിരി ഫ്രണ്ടോട്ട് കയറ്റി ഇട്ടിട്ടുണ്ട്. ഏതായാലും നമുക്ക് താഴെ ഇറങ്ങാം ഗൈസ്. അങ്ങനെ നമ്മളിത് നമ്മുടെ ചേസിൻ്റെ താഴെ വന്നിട്ടുണ്ട്. നമ്മുടെ ചേസ് ഏതായാലും ഇവിടെ കിടക്കട്ടെ. ഇനിയിപ്പോൾ റിവേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് ഇടിച്ച് കയറി ആ പുറയിലത്തെ ഇൻഡിക്കേറ്ററൊക്കെ പൊളിഞ്ഞങ്ങ് പോകും. നമ്മുടെ ചേസ് ഏതായാലും ഇവിടെ കിടക്കട്ടെ. ഇനിയിപ്പോൾ നമ്മുടെ ബാബുവണ്ണം വരാനുണ്ട്. പുള്ളി ഇപ്പോൾ നമ്മൾ വന്ന് പകുതി വഴി എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കണത്. ഇത് നമ്മുടെ അശോക് ലൈലാൻഡ് വൈക്കിങ് 12 മീറ്റർ ചേസാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് കൂടി ചെയ്യുക ഗൈസ്. വീഡിയോ കണ്ടതിന് നന്ദി.